സോ കഴിഞ്ഞ ദിവസം ആരോമാറ്റിക് സൾഫർ കോമ്പൗണ്ട്സിനകത്ത് നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ബെൻസീൻ സൾഫോണിക് ആസിഡ് പഠിച്ചു, അതെങ്ങനെയാണ് സിന്തസൈസ് ചെയ്യുന്നത്, അതിൻ്റെ റിയാക്ഷൻസ് പഠിച്ചു. ടൊളുവീൻ സൾഫോണിക് ആസിഡ്സ് പഠിച്ചു, അതും എങ്ങനെയാണ്. അതിനകത്ത് പാരാടൊളുവീനും ഓർത്തോടൊളുവീനും നമുക്ക് ടെമ്പറേച്ചർ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ സിന്തസൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ മെറ്റാടൊളുവീൻ സൾഫോണിക് ആസിഡ് സിന്തസൈസ് ചെയ്യണമെങ്കിൽ അതിന് ഡൈഅസോട്ടൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയേ സിന്തസൈസ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ദെൻ എന്താണ് ക്ലോറമീൻ ടി, പാരാടൊളുവീൻ സൾഫോണിക് ആസിഡിൽ നിന്ന് നമുക്ക് ക്ലോറമീൻ ടി സിന്തസൈസ് ചെയ്യാം, പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓർത്തോടൊളുവീൻ സൾഫോണിക് ആസിഡ്സിൽ നിന്ന് നമുക്ക് സെക്കാരിൻ സിന്തസൈസ് ചെയ്യാൻ പറ്റും എന്നിവിടം വരെ നമ്മൾ പറഞ്ഞു നിർത്തിയേക്കുമായിരുന്നു. ഇനി നമുക്ക് ഇന്ന് ഇതിനകത്ത് പഠിക്കാനുള്ളത് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡും കുറച്ച് സൾഫ ഡ്രഗ്സുമാണ് നമ്മൾ ഇന്ന് ഇതിനകത്ത് പഠിക്കാനായിട്ട് പോകുന്നത്. സോ ഫസ്റ്റ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ്. നമ്മൾ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിനെ നേരത്തെ കണ്ടിട്ടുണ്ട്. എവിടെയാണ്? ബെൻസീൻ സൾഫോണിക് ആസിഡ്സിൻ്റെ റിയാക്ഷൻസിനകത്ത് നമ്മൾ എന്താണ് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിനെ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. സോ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് എന്താണ്? C6H5 SO2Cl എന്താണ് ഗ്രൂപ്പ്, നമ്മുടെ ഫങ്ഷണൽ ഗ്രൂപ്പായിട്ട് വരുന്നവരെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. സോ അതിന് രണ്ട് സിന്തസിസ് ഉണ്ട് നമ്മൾ ഇവിടെ പറയുന്നത്. ഒന്ന്, സോഡിയം സോൾട്ട് ഓഫ് ബെൻസീൻ സൾഫോണിക് ആസിഡിൻ്റെ സോഡിയം സോൾട്ടിനെ PCl5 വെച്ച് ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് കിട്ടും. അതാണ് ഒന്നാമത്തെ ഇതെന്ന് പറയുന്നത്. അത് ഇന്നലെ അത് പറഞ്ഞിരുന്നല്ലോ അതെങ്ങനെയാണെന്ന്. എന്താണ് നമ്മൾ ചെയ്തത്? C6H5SO3Na ആണ് നമ്മുടെ ബെൻസീൻ സൾഫോണിക് ആസിഡിൻ്റെ എന്ത് സോഡിയം സോൾട്ട് എന്ന് പറയുന്നത്, SO3Na. ഓക്കെ. ആൻഡ് നമ്മുടെ എന്താണ് PCl5 റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നത്? ഇവിടുത്തെ ഒരു ഓക്സിജൻ ഇവിടെ ബ്രേക്കേജ് സംഭവിക്കും, ഇവിടുത്തെ ഒരു ഓക്സിജൻ പോവും, ഇവിടോട്ട് എന്ത് ചെയ്യും? Cl2 കയറും. രണ്ട് Cl2 കയറും, ഇവിടെ രണ്ട് Cl കയറും. സോ C6H5SO2Cl രണ്ട് Cl ഒരു Cl കയറും. C6H5SO2Cl ഒരു ഓക്സിജൻ മാറിയിട്ട് ഒരു Cl കയറും. POCl3NaCl. അങ്ങനെയാണ് നമുക്ക് ഈ പ്രൊഡക്റ്റ് കിട്ടുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബെൻസീനെ എന്ത് ചെയ്യണം? ക്ലോറോ സൾഫോണിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യണം. ക്ലോറോ സൾഫോണിക് ആസിഡാണ് ClSO3H. അപ്പോഴും നമുക്ക് എന്ത് കിട്ടും? ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് കിട്ടും. ഓക്കെ. നെക്സ്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടീസ് ആണ്. കെമിക്കലി അത് ആസിഡ് ഹാലൈഡ്സിനെ പോലെ റിസംബിൾ ചെയ്യും. അതിൻ്റെ കുറച്ച് റിയാക്ഷൻസ് ആണ് നെക്സ്റ്റ് പഠിക്കാനുള്ളത്. നമുക്ക് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? ബെൻസീൻ സൾഫോണിക് ആസിഡ് ആണ് കിട്ടുന്നത്. C6H5SO2Cl H2O ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുത്തെ വാട്ടറിൻ്റെ ഹൈഡ്രജൻ Clനെയും കൊണ്ട് പോയിട്ട് ഇവിടെ OH ആയിട്ട് മാറും. C6H5SO2OH ആയിട്ട് മാറും. ഓക്കെ. അതാണ് നമുക്കിവിടെ കിട്ടുന്നത്. ഇവിടെ എന്തോ മിസ്റ്റേക്ക് ഉണ്ട്. ടു ഫോം ബെൻസീൻ സൾഫോണിക് ആസിഡ് എന്നാണ് പറയുന്നത്. ഫേർദർ റിയാക്ഷൻ നടത്തി കഴിഞ്ഞാൽ ബെൻസീൻ സൾഫോണിക് ആസിഡ് കിട്ടുകയുള്ളൂ. അതാണ് അവർ അങ്ങനെ ഒരു പ്രോഡക്റ്റ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. വിത്ത് ആൽക്കഹോൾസ് ഓർ ഫീനോൾസുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സൾഫോണിക് എസ്റ്റേഴ്സ് ആണ് കിട്ടുന്നത്. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആൽക്കഹോൾ എന്ന് പറഞ്ഞാൽ ROH നമ്മൾ ജനറലൈസ് ചെയ്ത് പറയുകയാണ്. അപ്പോൾ എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? HCl Hഉം Clഉം കൂടി പോകും. OR എന്തോ ചെയ്യും? നമ്മുടെ SO2ൻ്റെ അടുത്ത് Cl പോകുമ്പോൾ അവിടേക്ക് കയറും, OR ഇവിടേക്ക് കയറും. സോ SO2OR ആവും. ദാറ്റ് ഈസ് ആൻ എസ്റ്റർ ഗ്രൂപ്പ്. ഓക്കെ. സൾഫോണിക് എസ്റ്റേഴ്സ് അവിടെ ഫോം ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ. ഇനി അമോണിയ അമീൻസുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അമൈഡ് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. SO2Cl NH3 NH2 ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് കയറുന്നു. അങ്ങനെ നമുക്ക് സൾഫണമൈഡ് കിട്ടുന്നു. ഓക്കെ. ഇത് ഫേർദർ റിയാക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ RNH2 അമൈഡ് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. പ്രൈമറി അമീൻ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും?
ഇതിനകത്തുനിന്ന് ഒരു ഹൈഡ്രജൻ പോയിട്ട് നമുക്ക് എന്തായിട്ട് കിട്ടും, NHR എന്ന് പറയുന്ന ഒരു ഫങ്ഷണൽ ഗ്രൂപ്പ് ഇവിടേക്ക് കയറും. N ആൽക്കൈൽ സൾഫണമൈഡ് കിട്ടും. ഇനി NN ഡൈ ആൽക്കൈൽ സൾഫണമൈഡ് കിട്ടാൻ സെക്കൻഡറി അമീൻ എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം, അത് വെച്ച് ട്രീറ്റ് ചെയ്യിപ്പിക്കണം. അപ്പം നമുക്ക് എന്താ കിട്ടുന്നത്, ഇവിടുത്തെ H പോയിട്ട് NR2 എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇവിടേക്ക് കയറും. അങ്ങനെയാണ് NN ഡൈ ആൽക്കൈൽ സൾഫണമൈഡ് യൂസ് ചെയ്യുന്നത്. ഇതെന്തുകൊണ്ടാണ് ഇത്രയും പറയാനായിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ഈ മെത്തേഡിനെയാണ് ഹിൻസ്ബർഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതെന്ന് പറഞ്ഞാൽ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീൻസിനെ തമ്മിൽ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരു മെത്തേഡാണ്. ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് പ്രൈമറി അമീൻ, കാരണം പ്രൈമറി അമീനുമായിട്ട് തരുന്ന പ്രോഡക്റ്റ് നമുക്കറിയാം, സെക്കൻഡറിയുമായിട്ട് തരുന്ന പ്രോഡക്റ്റ് വ്യത്യാസമുണ്ട്, ടെർഷറിയുമായിട്ട് തരുന്ന പ്രോഡക്റ്റ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇവരെ തിരിച്ചറിയാനായിട്ട് നമുക്ക് പറ്റും ഹിൻസ്ബർഗ് മെത്തേഡ് വെച്ച്. ഓക്കെ, നെക്സ്റ്റ് ഇതൊരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷനാണ്, ഫ്രിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ, ഫോർമേഷൻ ഓഫ് സൾഫോൺസ്. സൾഫോൺസ് എങ്ങനെ ഫോം ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റിയാക്ഷൻ പറയാനായിട്ട് പറ്റും. ഫ്രിഡൽ ക്രാഫ്റ്റ് റിയാക്ഷൻ എപ്പോഴും നടക്കുന്നത് അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡിലായിരിക്കും, AlCl3. ഓക്കെ, എന്താണ് ഇവിടെ നടക്കുന്നത്, ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡും ബെൻസീനും കൂടി റിയാക്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, സോ ഇവിടുത്തെ ഒരു ഹൈഡ്രജനും ഇവിടുത്തെ ഒരു Cl കൂടി HCl ആയിട്ട് പോകും. എന്നിട്ട് C6H5SO2 C6H5 ഫിനൈൽ സൾഫോൺ ഫോം ചെയ്യും. ഓക്കെ, ഫിനൈൽ സൾഫോൺ ഫോം ചെയ്യും. ഇതാണ് സൾഫോൺസിൻ്റെ ഫോമേഷൻ. ഇനി എന്തുകൊണ്ടാണ് സൾഫോൺസ് ഇത്ര ഇമ്പോർട്ടൻറ്റ്? സൾഫോൺസ് ആർ യൂസ്ഡ് ആസ് ട്യൂബർക്കുലർ ആൻഡ് ആൻറ്റി ലെപ്രോട്ടിക് ഡ്രഗ്സ് ആയിട്ട് യൂസ് ചെയ്യും. ആ ഒരു സൾഫോണിൻ്റെ എക്സാമ്പിളാണ് ഡാപ്സൺ എന്ന് പറയുന്നത്. ഡാപ്സൺ എന്ന് പറഞ്ഞാൽ 4,4 ഡൈ അമിനോ ഫിനൈൽ സൾഫോൺ എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ബെൻസീൻ റിങ്ങിന് 4th പൊസിഷനിൽ അമിനോ ഗ്രൂപ്പും കൂടി വരും. അതാണ് ഡാപ്സൺ എന്ന് പറയുന്ന സൾഫോൺ നമ്മുടെ. ഓക്കെ, അപ്പോൾ സൾഫോൺസിൻ്റെ എടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും എഴുതാനായിട്ട് സാധിക്കും. ഏത് റിയാക്ഷൻ വഴിയാണ്? ഫോംഡ് ബൈ ദ റിയാക്ഷൻ ഫ്രിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ. ഓക്കെ, അത് ഓർമ്മ വേണം, ഫ്രിഡൽ ക്രാഫ്റ്റ്സ് റിയാക്ഷൻ വഴിയാണ് ഫോം ചെയ്യുന്നത്. നെക്സ്റ്റ് റിഡക്ഷൻ ആണ്. റിഡക്ഷൻ എന്താണ്? റിഡക്ഷൻ വിത്ത് സിങ്ക് ആൻഡ് ആസിഡ് ഓർ ലിഥിയം അലുമിനിയം ഹൈഡ്രൈഡ് എന്തും ഉപയോഗിക്കാം നമുക്ക്. സൾഫീനിക് ആസിഡ് ആൻഡ് തയോഫിനോൾസ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, പ്രിപ്പയർ ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ സിങ്കുമായിട്ട് ഒരു മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ആദ്യം അതിൻ്റെ സോൾട്ടായിരിക്കും ഉണ്ടാവുന്നത്. ഓക്കെ, ഇതിനകത്ത് എന്താണ്, ഇത് 2 എണ്ണം ഉണ്ടല്ലോ, ഈ C6H5SO2 2 എണ്ണം ഉള്ളതുകൊണ്ടാണ് അവർ ട്വൈസ് ഇട്ട് എഴുതിയേക്കുന്നത്, ആൻഡ് സിങ്ക്. ഓക്കെ, ആൻഡ് HCl-ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ZnCl2 പോയിട്ട് H ആണ് ഇവിടെ കയറുന്നത്. സോ C6H5SO2H അറൈൽ സൾഫീനിക് ആസിഡ് ആണിത്. ഓക്കെ, ഇതാണ് അറൈൽ സൾഫീനിക് ആസിഡ്. ആൻഡ് ദെൻ തയോഫിനോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? നമ്മൾ അതും റിഡക്ഷൻ വെച്ച് സിങ്കും സൾഫ്യൂരിക് ആസിഡും വെച്ച് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തയോഫിനോൾ പ്രൊഡക്റ്റായിട്ട് കിട്ടും. ഓക്കെ, ഇനി യൂസസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, സെപ്പറേഷൻ ഓഫ് പ്രൈമറി, സെക്കൻഡറി, ടെർഷറി അമീൻസ്. ഓക്കെ, അതേതാണ്? ഹിൻസ്ബർഗ് മെത്തേഡ്. ഓക്കെ, അത് ഓർമ്മ വേണം, ഹിൻസ്ബർഗ് മെത്തേഡ്. പിന്നെ ഫോർ ഇൻട്രൊഡ്യൂസിങ് സൾഫണൈൽ ഗ്രൂപ്പ്, ആൽക്കഹോൾ, അമീൻ പോലുള്ള സാധനങ്ങളിൽ നമുക്ക് സൾഫണൈൽ ഗ്രൂപ്പ് എന്ത് ചെയ്യാൻ പറ്റും, ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ആൽക്കഹോൾസിൽ നിന്ന് ഫോം ചെയ്യുന്ന എസ്റ്റേഴ്സിനെ എന്ത് ചെയ്യാൻ പറ്റും, എസ്റ്റേഴ്സ് ഫോം ചെയ്യുന്നതിനെ നമുക്ക് ഗുഡ് സൾഫണേറ്റിംഗ് ഏജൻറ്റുകളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സൾഫോൺസ് നമുക്ക് ഇതിൽ നിന്ന് ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡിൽ നിന്ന് പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ പറ്റും. അത്രയേ ഉള്ളൂ നമ്മുടെ ബെൻസീൻ സൾഫണൈൽ ക്ലോറൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നിങ്ങൾക്കുള്ളത് സൾഫ ഡ്രഗ്സ് ആണ്. സൾഫ ഡ്രഗ്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകം വിഭാഗക്കാരാണ്. എന്ന് പറഞ്ഞാൽ കീമോതെറാപ്യൂട്ടിക് ഏജൻസ് ആണ് സൾഫ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സൾഫണമൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പ് അവരുടെ സ്ട്രക്ചറിൽ കാണും. സൾഫണമൈഡ് എന്ന് പറയുന്ന ഗ്രൂപ്പാണ് നമ്മുടെ SO2NH2 ഗ്രൂപ്പ് അവരുടെ സ്ട്രക്ചറിൽ എവിടെയെങ്കിലും കാണും. അവരെയാണ് നമ്മൾ സൾഫ ഡ്രഗ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവരാണ് എഫക്റ്റീവായിട്ടുള്ള കീമോതെറാപ്യൂട്ടിക് ഏജൻസ്. ഫസ്റ്റ് എഫക്റ്റീവായിട്ടുള്ള കീമോതെറാപ്യൂട്ടിക് ഏജൻസ്
എന്താണ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻസിനെതിരെയുള്ള ഫസ്റ്റ് കീമോതെറാപ്പറ്റിക് ഏജൻസ് ആണ് ഇവരെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ സൾഫ ഡ്രഗ്സിനെ നമ്മൾ ആൻറ്റി ബാക്ടീരിയൽസ് എന്നും പറയാറുണ്ട്. ഓക്കെ, കുറച്ച് സൾഫ ഡ്രഗ്സ് ആണ്. സൾഫാനിലമൈഡ്, സൾഫാതയസോൾ. സൾഫാനിലമൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? SO2 NH2 ബെൻസീൻ റിങ്ങി വരുന്നതാണ് സൾഫ ഡ്രഗ്സ് എന്ന് പറയുന്നത്. അതിനകത്ത് ഒരു അമൈഡ് ഗ്രൂപ്പും കൂടി വരുമ്പോഴാണ് നമ്മുടെ സൾഫാനിലമൈഡ് വരുന്നത്. സൾഫാതയസോൾ എന്ന് പറയുന്നത് SO2 NH2-നകത്ത് ഒരു ഹൈഡ്രജൻ മാറിയിട്ട് എന്താണ് വരുന്നത്? തയസോൾ ഗ്രൂപ്പ്. ഓക്കെ, സൾഫാപിരിഡീൻ മീൻസ് ഒരു NH2 മാറി, NH2-ൽ ഒരു H മാറിയിട്ട് പിരിഡീൻ വരുന്നു. ഓക്കെ, സൾഫ ഡയസീൻ മീൻസ് ഒരു H മാറിയിട്ട് ഡയസോ ഗ്രൂപ്പ് വരുന്നു. ഓക്കെ, അതുപോലെ തന്നെ സൾഫ ഗ്വാനിഡിൻ. ഇതൊക്കെ പൊതുവേ പറയപ്പെടാറുള്ള സൾഫ ഡ്രഗ്സ് ആണ്, ഇമ്പോർട്ടൻറ്റ് സൾഫ ഡ്രഗ്സ് ആണ് ഇവരൊക്കെ എന്ന് പറയുന്നത്. ഓക്കെ, അതിനകത്ത് നമുക്കുള്ളത് സൾഫാനിലമൈഡിൻ്റെ സിന്തസിസ് ആണുള്ളത്. ഇതിനകത്ത് സൾഫാനിലമൈഡിൻ്റെ സിന്തസിസ് വളരെ എളുപ്പമാണ്. ഒറ്റ സ്റ്റെപ്പ് സിന്തസിസേ ഉള്ളൂ. ഒരു ചെയിൻ ഓഫ് റിയാക്ഷൻസ് ആണ് ഇവരുടെ എന്താണ് ഇതെന്ന് പറയുന്നത്, സിന്തസിസ് എന്ന് പറയുന്നത്. സോ അസറ്റനലീഡ് ആണ് നമ്മൾ എടുക്കുന്നത്. അസറ്റനലീഡ് ഇതിൻ്റെ സ്ട്രക്ചർ ഓർമ്മയാണ്, റിയേജൻസിൻ്റെ സ്ട്രക്ചർ ഓർമ്മയാണ്. എന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, അതിൽ നിന്ന് സിന്തസൈസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. സോ അസറ്റനലീഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻസീൻ റിങ്ങിനകത്ത് CH3CONH ഗ്രൂപ്പ് വരുന്നതാണ് അസറ്റനലീൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇത് നമ്മളിതിനെ ClSO3H ക്ലോറോ സൾഫോണിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ SO2CL ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? ഇതിലേക്ക് ഈ ബെൻസീൻ റിങ്ങിലേക്ക് ഇൻട്രൊഡ്യൂസ് ആകുന്നു. ദെൻ അമോണിയായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് CL മാറിയിട്ട് എന്ത് ചെയ്യുന്നു? NH2 ഗ്രൂപ്പ് അവിടെ വരുന്നു. NaOH-ആയിട്ട് NaOH-ആയിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത്? ഈ ഗ്രൂപ്പ് മൊത്തത്തോടെ പോയിട്ട് ഇവിടെ ഒരു ഹൈഡ്രജൻ ആറ്റം വരും. ഓക്കെ, മനസ്സിലായോ? ആദ്യം അസറ്റനലീഡ് എടുക്കുന്നു. അസറ്റനലീഡ് എന്ന് പറഞ്ഞാൽ ബെൻസീൻ റിങ്ങിൽ CH3CONH ഗ്രൂപ്പ് ഉള്ളതാണ് അസറ്റനലീഡ്. ആൻഡ് ദെൻ അതിനെ ക്ലോറോ സൾഫോണിക് ആസിഡ് ClSO3H വെച്ച് ട്രീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ ബെൻസീൻ റിങ്ങിൽ SO2CL എന്ന് പറയുന്ന എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ആവുന്നു. അതിനെ അമോണിയായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ ഇപ്പുറത്തെ സൈഡിൽ ഒരു വ്യത്യാസം വരത്തില്ല. SO2CL ഉള്ളിടത്ത് SO2NH2 ആയി മാറുന്നു. NaOH ആയിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ CH3CO പറയുന്ന ഗ്രൂപ്പ് പോകുന്നു. NH2 ബെൻസീൻ റിംഗ് SO2NH2 കിട്ടുന്നത്. അതാണ് സൾഫാനിലമൈഡ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് സൾഫാപിരിഡിൻ. സൾഫാപിരിഡിന് നമ്മൾ എന്താണ്? ഈ സ്റ്റാർട്ടിംഗ് റിയേജൻറ്റ് സൾഫാനിലമൈഡ് തന്നെയാണ്. ക്ലോറോ സൾഫോണിക് ആസിഡ് എടുക്കുന്നു. ആൻഡ് ദെൻ അതിനെ ട്രീറ്റ് ചെയ്യിപ്പിക്കുമ്പോൾ SO2CL ആകുന്നു. ദെൻ SO2CLനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? 2 അമിനോ പിരിഡീനുമായിട്ട് ട്രീറ്റ് ചെയ്യിപ്പിക്കുകയാണ്. സോ SO2CLന് പകരം നമ്മൾ ആ CL മാറിയിട്ട് നമുക്ക് എന്ത് കിട്ടുന്നു? ഈ CLും ഇവിടുത്തെ ഒരു ഹൈഡ്രജനും കൂടി HCl ആയിട്ട് പോകുന്നു. NH ഈ ഇവിടുത്തെ NH ആണ് ഇവിടെ വന്ന് SO2-ൻ്റെ കൂടെ അറ്റാച്ച്ഡ് ആവുന്നത്. ആൻഡ് ദെൻ ഈ റിങ്. ഓക്കെ, മനസ്സിലായല്ലോ? ഈ CLും ഇവിടുത്തെ ഒരു ഹൈഡ്രജനും കൂടി പോയിട്ട് ഇവിടെ കിടക്കുന്ന NH ആണ് ഇവിടെ വന്ന് അറ്റാച്ച്ഡ് ആവുന്നത്. ദെൻ ഈ റിങ്. ഓക്കെ, അതിനൊരു മാറ്റവും ഇല്ല. ആൻഡ് ദെൻ എന്താണ് നടക്കുന്നത്? ഹൈഡ്രോളിസിസ് നടത്തുമ്പോഴത്തേക്ക് ഈ ഗ്രൂപ്പ് പോയിട്ട് അവിടെ H കയറും. ഓക്കെ, NH2 SO2NH പിരിഡീൻ ഗ്രൂപ്പ്. അതാണ് സൾഫാപിരിഡീൻ എന്ന് പറയുന്നത്. സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ എന്താണ്? അസറ്റനലീഡ് തന്നെയാണ് സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? ക്ലോറോ സൾഫോണിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് SO2CL ഉണ്ടാവുന്നു. അതിനകത്ത് എന്താണ്? ആദ്യം നമ്മൾ സൾഫാനിലമൈഡ് ചെയ്തപ്പോൾ എന്താണ് ചെയ്തത്? അമോണിയായിട്ട് ട്രീറ്റ് ചെയ്ത് NH2 ഗ്രൂപ്പ് വരുത്തിയത് ഹൈഡ്രോളൈസ് ചെയ്തു. ഓക്കെ, ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്? സൾഫാപിരിഡീനാണ് വേണ്ടത്. സോ നമ്മൾ പിരിഡീൻ ഗ്രൂപ്പായിട്ട് അതുകൊണ്ടാണ് 2 അമിനോ പിരിഡീനുമായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ആ പിരിഡീൻ ഗ്രൂപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഹൈഡ്രോളൈസ് ചെയ്യുന്നു, സൾഫാപിരിഡീൻ കിട്ടുന്നു. ഓക്കെ, സെയിം ആണ്, മനസ്സിലാക്കി പഠിച്ചാൽ മതി. ഓക്കെ, നെക്സ്റ്റ് സൾഫാതയസോൾ ആണ്. സോ ഇവിടെ എന്തായിരിക്കും ചെയ്യുന്നത്?
അസറ്റനിലീഡ് എടുക്കുന്നു, ക്ലോറോസൾഫോണിക് ആസിഡ് വെച്ച് ട്രീറ്റ് ചെയ്യുന്നു, SO2Cl എന്ന് പറയുന്ന എന്താണ് ഫങ്ഷണൽ ഗ്രൂപ്പ് നമ്മൾ ബെൻസീൻ റിങ്ങിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. ആൻഡ് ദെൻ എന്തായിരിക്കും 2 അമിനോ തയസോൾ കൊണ്ട് റിയാക്ട് ചെയ്യിപ്പിക്കുന്നു. ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? ഈ Clഉം ഇവിടുത്തെ ഒരു ഹൈഡ്രജനും കൂടി പോകും. അപ്പോൾ ഇവിടെ NH ഉണ്ട്. ആ NH വന്ന് ഈ SO2 ആയിട്ട് അറ്റാച്ച്ഡ് ആകും. അപ്പോൾ അമിനോ തയസോൾ ഗ്രൂപ്പ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബെൻസീൻ റിങ്ങിൽ വരുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും. സി കണ്ടോ, SO2NH. ഓക്കെ, ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ ഈ ഗ്രൂപ്പ് പോകുന്നു. അങ്ങനെ സൾഫാ തയസോൾ നമുക്ക് കിട്ടുന്നു. ഓക്കെ, വളരെ എളുപ്പമുള്ള റിയാക്ഷൻസ് ആണ് ഇവയെന്ന് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ മതി. ആദ്യത്തെ റിയാക്ഷൻ പക്കയായിട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ ബാക്കി ആ ഒരു രീതിയിൽ ചെയ്ത് വന്നാൽ മതി. എപ്പോഴും റിയാക്ഷൻ ചെയ്യുമ്പോൾ ഓർക്കുക, നമുക്ക് എന്ത് പ്രോഡക്റ്റ് ആണ് വേണ്ടത്, അതിലേക്ക് എത്താനുള്ള മാർഗ്ഗമാണ് നമ്മൾ നോക്കേണ്ടത്. ഒരിക്കലും റിയാക്ഷൻസ് കാണാതെ പഠിക്കുകയേ ചെയ്യരുത്. ഓക്കെ, അടുത്തത് സൾഫാ തയസോൾ മോർ പൊട്ടൻ്റ് ആണ്, ലെസ് ടോക്സിക് ആണ് സൾഫാപെരിഡിനെക്കാളും. സിവിയർ ഇൻഫെക്ഷൻസിലെല്ലാം ഇവരെ യൂസ് ചെയ്യുന്നതായിട്ട് കാണപ്പെടാറുണ്ട്. ഓക്കെ, മോഡ് ഓഫ് ആക്ഷൻ ഓഫ് സൾഫാ ഡ്രഗ്സ് നിങ്ങളുടെ സിലബസിലില്ല, പക്ഷെ സൾഫാ ഡ്രഗ്സ് എന്ന് എടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് ഇത് ചോദിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, എന്നാലും ഞാനൊന്ന് എടുത്തേക്കാം. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ ഒന്ന് നോക്കിയിട്ട് വേണം നോക്കാനായിട്ട്. അപ്പോൾ സൾഫാ ഡ്രഗ്സ് എങ്ങനെയാണ് നമ്മുടെ ഇതിൽ ആക്ട് ചെയ്യുന്നതെന്നാണ് ഈ ഒരു സംഭവം മോഡ് ഓഫ് ആക്ഷൻ പറയുന്നത്. ഹയർ ആനിമൽസും കുറേ മൈക്രോ ഓർഗാനിസത്തിനും എന്താണ് എസെൻഷ്യൽ ന്യൂട്രിയൻസ്, വൈറ്റമിൻസ് ആയാലും സർട്ടൻ അമിനോ ആസിഡ്സ് ആയാലും സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അത് നമ്മൾ അമിനോ ആസിഡ്സിൻ്റെ കേസ് പറഞ്ഞതല്ലേ. എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബോഡിക്ക് ആവശ്യമാണേ താനും നമുക്ക് സ്വന്തമായിട്ട് അത് സിന്തസൈസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമ്മളത് ഡയറ്റ് വഴി നമ്മുടെ ബോഡിയിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, അതാണ് ആ ഫസ്റ്റ് സെൻറ്റൻസ് അർത്ഥമാക്കുന്നത്. ഇനി പാരാ അമിനോ ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ ന്യൂട്രിയൻ്റ് ആണ്. സൾഫാ ഡ്രഗ്സിന് സെൻസിറ്റീവ് ആയിട്ടുള്ള ബാക്ടീരിയയ്ക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻ്റ് ആണ് പാരാ അമിനോ ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്നത്. ഓക്കെ, the enzyme with these bacteria require para-amino benzoic acid for the എന്തിനാണ് ആവശ്യം? ഫോളിക് ആസിഡ് സിന്തസൈസ് ചെയ്യാനാണ് അവർക്ക് പാരാ-അമിനോ ബെൻസോയിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഈ ഒരു കോമ്പൗണ്ട് അവർക്ക് വേണ്ടത്. ഫോളിക് ആസിഡ് സിന്തസൈസ് ചെയ്യാൻ അത് ബാക്ടീരിയയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കോമ്പൗണ്ടാണ് ബാക്ടീരിയയെ സംബന്ധിച്ചിടത്തോളം കാലം. ഓക്കെ, ഈ ഫോളിക് ആസിഡിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെയാണ് അവരുടെ ഫോളിക് ആസിഡിൻ്റെ സെൻട്രൽ സ്ട്രക്ചറിലാണ് നമ്മുടെ പാരാ അമിനോ ബെൻസോയിക് ആസിഡിൻ്റെ ഒരു ഇത് വരുന്നത്. ഓക്കെ, ഇനി ഡ്രഗ്സ് വിച്ച് ഇൻഹിബിറ്റ് ഗ്രോത്ത് ഓഫ് എനി മൈക്രോ ഓർഗാനിസംസിനെയാണ് നമ്മൾ ആൻറ്റി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ മെറ്റബോളിസത്തിനെ തന്നെ തകർത്തുകൊണ്ട് മൈക്രോ ഓർഗാനിസത്തിൻ്റെ ഗ്രോത്തിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ബാക്ടീരിയൽ ഡ്രഗ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആൻറ്റി മെറ്റബോളൈറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് സൾഫാ ഡ്രഗ്സ് അങ്ങനത്തെ ഒരു ആൻറ്റി മെറ്റബോളൈറ്റ് ആണ്. ഫോർ ദ ബാക്ടീരിയ, ഏത് ബാക്ടീരിയയാണ്? ഫോളിക് ആസിഡ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടി പാരാ അമിനോ ബെൻസോയിക് ആസിഡ് വേണ്ട ബാക്ടീരിയകൾക്കെല്ലാം സൾഫാ ഡ്രഗ്സ് ആൻറ്റി മെറ്റബോളൈറ്റ്സ് ആയിട്ട് വർക്ക് ചെയ്യും. എങ്ങനെയാണെന്നാണ് അടുത്ത പറയുന്നത്. സൾഫാനിൽ അമൈഡ്സ് ആക്ട്സ് ആസ് ഇൻഹിബിറ്റേഴ്സ് ഫോർ ദോസ് എൻസൈമാറ്റിക് സ്റ്റെപ്സ് വിച്ച് ആർ ഇൻവോൾവ്ഡ് ഇൻ ഫോളിക് ആസിഡ് സിന്തസിസ് ബൈ ദ ബാക്ടീരിയ. And this is because bacterial systems are not able to distinguish between para-aminobenzoic acid and sulfonyl molecules having close structural similarity. This is the important point here. എന്താണ് പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്? ഫോളിക് ആസിഡ് സിന്തസൈസ് ചെയ്യാൻ വേണ്ടി പാരാ അമിനോ ബെൻസോയിക് ആസിഡ് ഉപയോഗിക്കുന്ന ബാക്ടീരിയകൾക്ക് മാത്രമേ സൾഫാ ഡ്രഗ്സ് എന്താവത്തുള്ളൂ? ആൻറ്റി മെറ്റബോളൈറ്റ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്തോളൂ. അതിൻ്റെ കാരണം എന്താണ്? കാരണം ഫോളിക് ആസിഡ് സിന്തസൈസ് ചെയ്യുന്ന എൻസൈമാറ്റിക് സ്റ്റെപ്സിൽ സൾഫാനിലമൈഡ് ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യും. എങ്ങനെ ആക്ട് ചെയ്യും? കാരണം ബാക്ടീരിയൽ സിസ്റ്റത്തിന് പാരാ അമിനോ ബെൻസോയിക് ആസിഡും സൾഫാനിലമൈഡ് മോളിക്യൂൾസും തമ്മിൽ ഡിസ്റ്റിങ്ക്വിഷ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവർക്ക് ക്ലോസ് ആയിട്ടുള്ള സ്ട്രക്ചറൽ സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ ബാക്ടീരിയ വിചാരിക്കുന്നത് എന്താണ്? താൻ എൻസൈമിൽ ഇതിലേക്ക് ലോക്ക് ചെയ്യുന്നത് പാരാ അമിനോ ബെൻസോയിക് ആസിഡിനെയാണ്. ആക്ച്വലി അത് ചിലപ്പോൾ ലോക്ക് ചെയ്യുന്നത് സൾഫാനിലമൈഡിനെ ആയിരിക്കും. അങ്ങനെ ആ ഒരു പ്രോസസ്സ് അവിടെ ഇൻഹിബിറ്റ് ആവുന്നു. അത് അങ്ങനെയാണ് നമ്മൾ സൾഫാ ഡ്രഗ്സിനെ എന്ത് ചെയ്യുന്നത്? ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്.
ബാക്കി എല്ലാ സ്ട്രക്ചറും പാരാ അമിനോ ബെൻസോയിക് ആസിഡ് ഇതാണ് സൾഫാനിലമൈൻ. ഇതിൻ്റെ ആകെ വ്യത്യാസം എന്ന് പറയുന്നത് പാരാ പൊസിഷനിൽ ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി സ്ട്രക്ചർ എല്ലാം സെയിം ആണ് വരുന്നത്. അത് ബാക്ടീരിയയ്ക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. Okay. The sulfanilamide inhibit the activity of bacterial enzyme, which is therefore not able to synthesize the requisite folic acid essential for organism, resulting in the death of bacteria. ഹ്യൂമൻ ബീങ്സ് ഫോളിക് ആസിഡ് സ്വന്തമായിട്ട് സിന്തസൈസ് ചെയ്യുന്നില്ല. അതെന്താണ്, ഡയറ്ററി സോഴ്സിൽ നിന്ന് നമ്മൾ എടുക്കുകയാണ്. അതുകൊണ്ട് സൾഫാ ഡ്രഗ്സ് എന്ത് ചെയ്യുന്നില്ല, നമ്മളെ അഫക്റ്റ് ചെയ്യത്തില്ല. സൾഫാ ഡ്രഗ്സ് നമുക്ക് ഇൻഹിബിറ്റേഴ്സ് ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ വർക്ക് ചെയ്യില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സൾഫാ ഡ്രഗ്സിനെ കുറിച്ചുള്ളത്. ക്ലാസ് കേട്ടിട്ട് ജസ്റ്റ് ഗോ ത്രൂ ദ PDF. PDF കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്.